ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? ഞങ്ങളൊക്കെ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ജലദോഷം പനിയൊക്കെയാണ് കേട്ടോ. പിന്നെ നല്ല ചുമയുണ്ട്. അപ്പോൾ കുറേ മേറാജിൻ്റെ അന്നെടുത്ത് തലേന്നെടുത്ത വീഡിയോസ് കേട്ടോ, നമ്മൾ മധുരം ഉണ്ടാക്കണേ. അപ്പോൾ അത് പിന്നെ അപ്ലോഡ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം വോയിസ് ഓവർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചുമ ആയിട്ട് പിന്നെ പറ്റണില്ല കേട്ടോ. അപ്പോൾ സൗണ്ടൊക്കെ കേട്ടാൽ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇനിയും വൈകിയാൽ അത് പിന്നെ പോസ്റ്റാക്കാൻ പറ്റില്ല തോന്നി. അതുകൊണ്ടാണ് പിന്നെ ഞാനിന്ന് വോയിസ് കൊടുത്ത് കണ്ടിടുന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കണത്, പിന്നെ ഒരു ചെമ്പട്ടി എടുക്കുക. അതിലേക്ക് ഞാൻ ഈ കയ്യിലിനാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇട്ടത് ഒരു കയ്യിൽ കടലമാവ് കേട്ടോ. അപ്പോൾ അത് തരിച്ച് പിന്നെ അതിലേക്ക് 3 കയ്യിൽ മൈദ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ടത് പിന്നെ തരിച്ചെടുത്ത് പിന്നെ ഞാൻ അതിലേക്ക് ആ കയ്യിൽ തന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഞാനൊരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചങ്ങാണ്ട് ഇതേപോലെ ഒന്ന് നല്ലോണം അങ്ങനെ കുഴച്ചെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ പഴംപൊരിക്കൊക്കെ ആകുമ്പോൾ നല്ലോണം നമ്മൾ ഈ കുഴക്കണ അതാണ് കേട്ടോ റെഡിയായി കിട്ടേണ്ടത്. പിന്നെ ചിലവർ മുട്ടയൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. ഞാനതൊന്നും ചേർത്തിട്ടില്ല. ഞാൻ ഈ അപ്പസോഡ വരെ ചേർത്തില്ല. പിന്നെ എന്താണ് അരിപ്പൊടി ഇടാൻ മറന്നു പോയതാണ്. അത് ഫസ്റ്റ് തന്നെ ഇടണ്ടായിരുന്നു, ഞാനത് മറന്നു പോയി കേട്ടോ. അപ്പോൾ പിന്നെ ഒരു ഗ്ലാസ്സിന് 1/4 ഭാഗം ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഞാനൊരു പിടി നമ്മളെ കയ്യിൽ നിന്നൊക്കെ ഇത്തിരി പിടി പറയില്ല, അതേപോലെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കണ്ട് കുഴച്ച് നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ. അത് എന്നാലാണ് നമ്മൾ പഴംപൊരി നല്ലോണം റെഡിയായി കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു കേട്ടോ. അത് വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നത്. ഞാനൊരു ഉച്ചക്കൊക്കെയാണ് ഇത് കുഴച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ഇതേ ഞാനൊരു ചട്ടി വെച്ചു. ഇനി നമുക്കിത് പിന്നെ ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഓയിലായിട്ട് ഉണ്ടാക്കുന്നത്, നമുക്ക് വെളിച്ചെണ്ണ ഒന്നും മുതലാവില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഓയിലെടുത്തത്. അപ്പോൾ എന്തായാലും ഇതാക്കണം, ഓയിൽ ഒഴിച്ച് എണ്ണ ചൂടായി. നമ്മൾ പിന്നെ ഞാൻ ഒരു പഴം 2 കട്ടാക്കിയിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതായത് പിന്നെ നടുക മുറിച്ചിട്ട് പിന്നെ ഞാൻ ചെറിയ 3 പീസാക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഒരു കുറച്ച് പഴം ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ നമുക്ക് പള്ളിയിലേക്ക് കൊടുത്തു വിടേണ്ടിയിരുന്നു. അപ്പോൾ പിന്നെ അത്യാവശ്യം കൊടുത്തു വിടണ്ടേ, കുറച്ചൊന്നും കൊടുത്തു വിട്ടിട്ട് കാര്യമില്ലല്ലോ വിചാരിച്ച്. അപ്പം ഞാൻ എന്താക്കി അങ്ങനെ ചെറുതാക്കിയിട്ട് മുറിച്ചത് കേട്ടോ. അപ്പോൾ അതേ ഞാനിങ്ങനെ ചുടൽ തുടങ്ങി. നല്ല നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല പിന്നെ പൊങ്ങി വന്നിക്കണം കേട്ടോ പഴംപൊരിയൊക്കെ. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ ഞാനിങ്ങനെ കോരിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പായി കിട്ടി കേട്ടോ. പിന്നെ എന്താണ് ഇത് പാകത്തിനുള്ള മധുരവും ഉപ്പൊക്കെ നല്ല കറക്റ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ മാവ് നമ്മൾ ലൂസായിട്ട് അങ്ങനെ അധികം ലൂസൊന്നുമല്ല കേട്ടോ. അത്യാവശ്യം ഒരു തിക്നെസ്സൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നല്ല ഈ ചെറിയ പഴമായതുകൊണ്ട് നമ്മൾ കയ്യിന് ഇങ്ങനെ പിടിക്കാൻ പറ്റണില്ല കേട്ടോ. എന്താ വെച്ചാൽ വേഗം കയ്യിൽ നിന്ന് മാവ് ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ വഴുതി വീഴും കേട്ടോ. നമ്മൾ അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ എടുത്ത് കണ്ട് വേഗം ഇടാം കേട്ടോ. അത് ചെറുതായതുകൊണ്ട് ഭയങ്കര ഒരു ഇടങ്ങേറ് കേട്ടോ. ഞാനിത് കുറച്ച് പഴമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാനിത് ഇവിടെ 2ാമത്തെ ട്രിപ്പ് ഇട്ടു കേട്ടോ. പിന്നെ ഇതുണ്ട് നല്ല പൊങ്ങിയൊക്കെ വന്ന് ശരിക്കും നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത് കേട്ടോ. അപ്പം നല്ല സോഫ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെ പഴംപൊരി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ ട്രൈ ആക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. ഇനി പള്ളിയിലേക്ക് കൊടുത്തു വിടണം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.